ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കീമോഫോബിയ അല്ലെങ്കിൽ രാസഭീതി. അതായത് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു കെമിക്കലിനെ കുറിച്ചുള്ളൊരു പേടിയാണ്. നമ്മൾക്ക് എല്ലാവർക്കും കെമിക്കൽ എന്ന് കേട്ടാൽ ഒരു പേടിയുള്ള ഒരു വസ്തുവാണെന്നാണ് നമ്മുടെ ഒരു ധാരണ. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. കെമിക്കൽസിനെ എങ്ങനെ പേടിക്കേണ്ടതുണ്ടോ, ശരിക്കും അത് വളരെ ഭീതിപ്പെടുത്തുന്ന ഒന്നാണോ എന്ന് നോക്കാം. സാധാരണ നമ്മൾ ഒരുപാട് പരസ്യങ്ങൾ കാണാറുണ്ട്. രാവിലെ തന്നെ ടി വിയിലായാലും മറ്റ് മാധ്യമങ്ങളിലായാലും ഒരുപാട് കെമിക്കലില്ലാത്ത വസ്തുക്കൾ, കെമിക്കലില്ലാത്ത ഷാമ്പു, കെമിക്കലില്ലാത്ത സോപ്പ്, അങ്ങനെ പല അഡ്വർടൈസ്മെൻറ്റുകളും നമ്മൾ കാണാറുണ്ട്. ശരിക്ക് ഇത് ഒരു തട്ടിപ്പാണ്. ഇത് നമ്മുടെ ഈ കീമോഫോബിയ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഈ കെമിക്കൽസിനെ എതിരെയുള്ള പേടിയെ ആൾക്കാർ ചൂഷണം ചെയ്യുന്നതാണ്. പല കമ്പനികളും ചൂഷണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ കെമിക്കൽ ഇല്ല എന്നുള്ളത്. ശരിക്ക് അങ്ങനെയല്ല. ഈ ഭൂലോകത്തിൽ കെമിക്കൽ അല്ലാതെ ഒരു വസ്തു തന്നെ ഇല്ല. എല്ലാ വസ്തുക്കളും കെമിക്കൽസ് കൊണ്ട് നിർമ്മിച്ചതാണ്. നമുക്കൊന്നൊന്നായി നോക്കാം എങ്ങനെയാണ് കെമിക്കൽസ് നമ്മൾക്ക് ഉപകാരപ്പെടുന്നത്, അല്ലെങ്കിൽ ചില കെമിക്കൽസ് ദോഷകരമാണ്. അത് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നോക്കാം. കെമിക്കൽ ഫ്രീ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കെമിക്കൽ ഫ്രീ ആയ ഷാമ്പൂവും മറ്റ് സോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെയാണ് മാധ്യമങ്ങൾ നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെർമിനോളജീസ്. നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ പല കെമിക്കൽസ് വെച്ചുകൊണ്ടാണ്. ആദ്യം തന്നെ നമ്മൾ ബ്രഷ് എടുക്കുന്നു, പേസ്റ്റ് എടുക്കുന്നു, അത് പല്ല് തേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് കെമിക്കൽസുകളാണ്. നമ്മുടെ പേസ്റ്റിനകത്ത് കാൽഷ്യം കാർബണേറ്റ്, സോർബിറ്റോൾ, മറ്റ് ഫോമിംഗ് ഏജൻറ്റ്സ്, ജെലേറ്റിംഗ് ഏജൻറ്റ്സ്, അങ്ങനെ പല കെമിക്കൽസും ചേർന്നതാണ് ഒരു ടൂത്ത് പേസ്റ്റ് എന്നുള്ളത്. ആ ടൂത്ത് പേസ്റ്റിൻ്റെ കണ്ടെയ്നർ വരെ ഒരു കെമിക്കലാണ്. പല മെറ്റാലിക് ആവാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആവാം. അങ്ങനെ തുടങ്ങി സോപ്പ്, ഷാമ്പു, മറ്റ് എണ്ണകൾ, അതെല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം തന്നെ എല്ലാം കെമിക്കൽസ് തന്നെയാണ്. നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് കെമിക്കൽസ് കൊണ്ടാണ്. മറ്റ് കാര്യങ്ങൾ പറഞ്ഞാൽ ഈ ലിപ്സ്റ്റിക്ക്, അല്ലെങ്കിൽ നമ്മുടെ പൗഡർ, ഉപയോഗിക്കുന്ന പൗഡർ, ക്രീംസ്, അല്ലെങ്കിൽ ഷാമ്പു ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നാപ്കിൻസ്, ടോയ്ലറ്ററി നാപ്കിൻസ്, വാഷിംഗ് പൗഡർ, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കലുകളാണ്, ഡെയിലി ഉപയോഗിക്കുന്ന കെമിക്കലാണ്. ഈ കെമിക്കലുകളൊന്നും ഇല്ലാതെ നമുക്ക് ശരിക്കും ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സ്ഥിതിയിലെത്തിയിരിക്കുകയാണ് നമ്മൾ. അതുപോലെ നമ്മുടെ കളറൻസ്, ഡിയോഡറൻസ്, നമ്മൾ ഈ സ്പ്രേ ഒക്കെ അടിക്കുന്നുണ്ടല്ലോ, അതൊക്കെ കെമിക്കൽസ് തന്നെയാണ്. ഒരു സോപ്പിലുള്ള കെമിക്കൽസ് നമുക്ക് നോക്കിയാൽ അത് സാധാരണ ഒരു ഫാറ്റി ആസിഡിൻ്റെ സാൾട്ടായിരിക്കും. ഏതെങ്കിലും ഒരു എണ്ണയിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡിൻ്റെ സാൾട്ടും, പിന്നെ കുറച്ച് ജെലേറ്റിംഗ് ഏജൻസും, പിന്നെ കുറച്ച് ഫ്ലേവറിങ്, അതായത് ആ സ്മെല്ല് കൊടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ കുറച്ച് ലേതറിങ് ഏജൻറ്റ്സ്, അങ്ങനെ കുറച്ച് കെമിക്കൽസ് കൂടിയ ഒരു വസ്തുവാണ് നമ്മുടെ സോപ്പ് എന്ന് പറയുന്നത്. ഈ പരസ്യം കണ്ട കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിന് കൗണ്ടറായിട്ട് അവർ പറയുന്നത് നമുക്ക് പ്രകൃതിദത്തമായ കാര്യങ്ങളാണ് നമ്മൾ ഈ അവരുടെ സോപ്പിൽ അല്ലെങ്കിൽ അവരുടെ ഷാമ്പൂവിൽ അടങ്ങിയിരിക്കുന്നത്, കെമിക്കലില്ലാത്ത പ്രകൃതിദത്തമായത്. പ്രകൃതിദത്തം എന്നുള്ളത് കെമിക്കലില്ലാത്തതാണോ, അല്ലെങ്കിൽ പ്രകൃതിദത്തം എന്നാൽ സേഫാണ് എന്നാണോ ധരിക്കുന്നത്, എന്നാണ് അവർ ധരിപ്പിക്കുന്നത്. പക്ഷേ ശരിക്കും അങ്ങനെയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ശരിക്ക് ഏറ്റവും വിഷപദാർത്ഥം, ഏറ്റവും മോസ്റ്റ് പോയ്സണസ് മെറ്റീരിയൽ എന്ന് പറയുന്നത്, ഏറ്റവും വിഷമുള്ള പദാർത്ഥം എന്ന് പറഞ്ഞാൽ ബയോളജിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ടോക്സിനാണ്. അത് ബോട്ടുലിനിയം ടോക്സിൻ, അതായത് ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അത് ഒരു നാനോഗ്രാം ഉണ്ടായാൽ 1 കിലോ ഉള്ള ഒരു ജീവിയെ കൊല്ലാം. അതായത് ഒരു 80 കിലോ ഉള്ള ഒരു മനുഷ്യനെ കൊല്ലാൻ 80 നാനോഗ്രാം മാത്രം മതി അതിൻ്റെ വെയിറ്റ്. അതായത് 1 ഗ്രാം, 1-2 ഗ്രാം കൊണ്ട് കേരളത്തിലുള്ള എല്ലാ ജനതയ്ക്കും ലീത്തലാവാനുള്ള അത്രയും മാരകമായ ഒരു വസ്തുവാണ് ഈ ബയോളജിക്കൽ പ്രോഡക്റ്റായ ബോട്ടുലിനിയം ടോക്സിൻ. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ആയുർവേദത്തിലൊക്കെ ഉപയോഗിക്കുന്ന റിസിനസ് കമ്മ്യൂണിസ് എന്ന് പറയുന്ന കാസ്റ്റർ അല്ലെങ്കിൽ ആവണക്കിലടങ്ങിയിരിക്കുന്ന ഒരു പ്രോട്ടീനാണ് റൈസിൻ. ആ റൈസിൻ ഏകദേശം 1.6 മില്ലിഗ്രാം പെർ കിലോഗ്രാമാണ് അതിൻ്റെ ലീത്തൽ ഡോസ്. അതായത് ഒരു 100 മില്ലിഗ്രാമൊക്കെ ഉണ്ടായാൽ ഒരാൾ മരിക്കാനുള്ള അത്രയും ഇതാണ്. 1.7 മില്ലിഗ്രാം മതി ഒരു അഡൾട്ടിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. മൈക്രോഗ്രാമാണ് അതിൻ്റെ ലീതൽ ഡോസസ്. ആക്ച്വലി 22 മൈക്രോഗ്രാം പെർ കിലോഗ്രാമാണ് ലീതൽ ഡോസ്. അപ്പോൾ ഏകദേശം ഒരു 1.8 മില്ലിഗ്രാം, നമുക്ക് ഈവൻ കാണാൻ പോലും കഴിയാത്ത ഒരു മുട്ടുസൂചിയുടെ തലയ്ക്ക് കൊള്ളുന്ന അത്രയും മെറ്റീരിയൽ മാത്രം മതി ഈ റൈസിൻ അല്ലെങ്കിൽ ഈ ആവണക്കിലുള്ള സാധനം ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട്. അത് ബ്ലഡിൽ എത്തിച്ചേർന്നാൽ അത് ബേസിക്കലി റൈബോസോമിനെ ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് കൊല്ലും. അങ്ങനെ പല കെമിക്കൽസും, പ്രകൃതിയിലുള്ള പല കെമിക്കൽസും
നമ്മൾക്ക് ഈ ഇതറിയാം, ഉന്മത്തം എന്ന് പറയുന്നൊരു പ്ലാന്റ് ഉണ്ട്. അതിലുള്ള അട്രോപ്പിൻ എന്ന് പറയുന്ന സാധനം വളരെ ലീത്തലായ അതായത് വളരെ ഡേഞ്ചറസ് ആയ ഒരു കെമിക്കലാണ്. ഇത് പ്ലാന്റ്സിൽ മാത്രമല്ല പല അനിമൽസിലും ഇത് പ്രശ്നമാണ്. ചില ഫിഷ്, പഫർ ഫിഷ് എന്ന് പറഞ്ഞൊരു ഫിഷുണ്ട്, ഫുഗു. ജപ്പാനിൽ അതൊരു ഡെലിക്കസിയാണ്. ആ ഫിഷിനകത്ത് അതിൻ്റെ ഗട്ട് ബാക്ടീരിയയിലുള്ള ടെട്രഡോടോക്സിൻ പൊട്ടാഷ്യം സയനൈഡിനെ കാണിയും ഏകദേശം 200 ഇരട്ടി വിഷപദാർത്ഥമാണ്. അപ്പോൾ നാച്ചുറിൽ നിന്ന് കിട്ടുന്നതൊക്കെ സേഫാണ് എന്നുള്ളതൊരു മിഥ്യാധാരണ മാത്രമാണ്. നമ്മുടെ പല പ്ലാന്റ്സിലും പല അനിമൽസിൽ നിന്നും വരുന്ന പ്രോഡക്ട്സ് പൊട്ടാഷ്യം സയനൈഡിനെ കാണിയും എത്രയോ കൂടുതൽ വിഷകാരികളാണ് എന്നുള്ളതാണ് വസ്തുത. പിന്നെ കെമിക്കൽസിനെ നമ്മൾ ഭയക്കേണ്ടതുണ്ടോ? എല്ലാ കെമിക്കൽസിനും നമ്മൾ ഭയക്കേണ്ടതില്ല. നമ്മളെല്ലാം കെമിക്കൽസ് മാത്രമാണ്. നമ്മളെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കെമിക്കൽസ് കൊണ്ടാണ്. ഈ ഭൂലോകം മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് കെമിക്കൽസ് കൊണ്ടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ കഴിക്കുന്ന ഫുഡ് കെമിക്കൽസ് മാത്രമാണ്. ഒരു മുട്ടയിൽ എന്തൊക്കെയാണെന്ന് അല്ലെങ്കിൽ ഒരു ബനാനയിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് അതിൽ വെള്ളമുണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്, ഫ്രക്ടോസ്, സൂക്രോസ്, ഇതൊക്കെ കെമിക്കൽസിൻ്റെ പേര് മാത്രമാണ്. സ്റ്റാർച്ച്, പിന്നെ ഗ്ലൂട്ടാമിക് ആസിഡ്, അസ്പാർട്ടിക് ആസിഡ്, അങ്ങനെ തുടങ്ങി ഒരുപാട് ആസിഡുകളുണ്ട്. അതായത് അമിനോ ആസിഡുകളാണ്. അങ്ങനെ തുടങ്ങി ഒരു ഏകദേശം 1000 കണക്കിന് കെമിക്കൽസ് മാത്രമാണ് ഈ ബനാന അല്ലെങ്കിൽ മുട്ടയും അതുപോലെ തന്നെ, അല്ലെങ്കിൽ ഏത് ഫ്രൂട്ടായാലും ഏത് ഭക്ഷണ പദാർത്ഥമായാലും ലിസ്റ്റ് ഓഫ് കെമിക്കൽസ് മാത്രമാണ്. ഏത് കെമിക്കൽസ്, അതായത് ഏത് കെമിക്കൽസാണ് ഒരു വസ്തുവിലുള്ളത് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിലുള്ളതെന്ന് അറിയാൻ ജസ്റ്റ് ഇന്ന് എല്ലാവർക്കും ഗൂഗിൾ സെർച്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇൻ്റർനെറ്റിൽ കയറിയിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും എന്തൊക്കെയാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മുന്തിരിങ്ങയിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസ്. അപ്പോൾ ആ ലിസ്റ്റ് കിട്ടും. വലിയ ലിസ്റ്റായിരിക്കും. ഈവൻ ചെറിയൊരു മുന്തിരിങ്ങയിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസിൻ്റെ ലിസ്റ്റ് വലിയൊരു ലിസ്റ്റ് തന്നെയായിരിക്കും. നമ്മുടെ വെളിച്ചെണ്ണയിലുള്ള ഇതും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത് ഫാറ്റി ആസിഡുകളായിരിക്കും. കാപ്രോയിക് ആസിഡ്, ഏകദേശം കാപ്രിലിക് ആസിഡ്, കാപ്രിക് ആസിഡ്, കാപ്രോയിക് ആസിഡ്, ഇങ്ങനെ കുറേ ആസിഡുകളാണ് ബേസിക്കലി നമ്മുടെ വെളിച്ചെണ്ണയിലുള്ളത്. ഗ്ലിസറോൾ എസ്റ്ററായിട്ടാണ് ഈ ആസിഡുകൾ കാണപ്പെടുന്നത്. പിന്നെ നമ്മുടെ ഈ സുഗന്ധദ്രവ്യങ്ങൾ, നമ്മുടെ ഏലം, ജാതിക്ക, അല്ലെങ്കിൽ കുരുമുളക്, അല്ലെങ്കിൽ കാർഡമം, പിന്നെ മഞ്ഞൾ, ഇതിലൊക്കെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ആ സ്മെല്ല് അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവർ കൊടുക്കുന്നത് കെമിക്കൽസാണ്. ഉദാഹരണത്തിന് നട്ട്മെഗ് അല്ലെങ്കിൽ ജാതിക്കയിൽ ആ ജാതിക്കയുടെ ടേസ്റ്റ് കൊടുക്കുന്നത് അതിലുള്ള മെറിസിസ്റ്റിൻ എന്ന് പറയുന്നൊരു കോമ്പൗണ്ടാണ്. ടെർമറിക്കിന് ആ കളറും അതിൻ്റെ ആ ഒരു രുചിയും കൊടുക്കുന്നത് അതിലുള്ള കുർക്കുമിൻ എന്ന് പറയുന്നൊരു കോമ്പൗണ്ടാണ്. അതുപോലെ പെപ്പർ, ബ്ലാക്ക് പെപ്പറിലുള്ള പിപ്പറിനാണ് നമുക്ക് ആ എരിവ് തരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആ ഫ്ലേവർ തരുന്നത്. ക്യാപ്സാസിൻ എന്ന് പറയുന്ന ഒരു വസ്തുവാണ് നമ്മൾക്ക് ചില്ലിയിലുള്ള എരിവ് നമുക്ക് എടുത്തരുന്നത്. അതുപോലെ യൂജിനോൾ എന്നൊരു വേറൊരു ഫീനോളിക് കോമ്പൗണ്ടാണ് നമ്മൾക്ക് ക്ലോവ് അല്ലെങ്കിൽ ക്ലോവിലുള്ള ആ ഒരു സ്മെല്ല് തരുന്നത്. ഇതാണ് ഗ്രാമ്പു എന്ന് പറയും. മലയാളത്തിൽ ഗ്രാമ്പു എന്ന് പറയുന്നത് ക്ലോവ്, അതിലുള്ളതാണ് യൂജിനോൾ. അങ്ങനെ പല ഇതിൽ നമുക്ക് നോക്കാം. സിനമൺ എന്ന് പറയുന്നത് കറുവപ്പട്ടയിൽ സിനമാൾഡിഹൈഡാണ് അതിൻ്റെ ആ ടേസ്റ്റും ആ സ്മെല്ലും തരുന്നത്. അങ്ങനെ എല്ലാത്തിലും നമുക്ക് നോക്കാം എന്താണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ സ്മെല്ല് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മൾ റോസ് എന്ന ഒരു ചെടിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലവർ സ്മെല്ല് ചെയ്യുമ്പോൾ നമ്മൾ ആ സ്മെല്ല് തരുന്നത് റോസ് ഓക്സൈഡ് എന്ന് പറയുന്നൊരു കെമിക്കലാണ്. മറ്റ് പല കെമിക്കൽസും ഉണ്ട്. അതിൻ്റെ ഒരു മിക്സ്ചറാണ് ശരിക്കും. അത് പല റോസിനും പല സ്മെല്ല് ഡിഫറൻസ് വേരിയേഷൻ ഉണ്ടാകും. അത് ഇതിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ അതിലുള്ളതാണ് ജെറാനികൾ എന്ന് പറയുന്ന വേറൊരു കോമ്പൗണ്ട്. ബനാന പഴുത്താൽ അല്ലെങ്കിൽ പഴുത്ത നേന്ത്രപ്പഴത്തിന് ഒരു സ്മെല്ലുണ്ട്. ആ സ്മെല്ല് തരുന്നത് ഒരു എന്താ പറയുക ബ്യൂട്ടറേറ്റാണ്. അസറ്റൈൽ ബ്യൂട്ടറേറ്റ് എന്ന് പറയുന്ന സാധനമാണ്. ബ്യൂട്ടിറിൽ അസറ്റേറ്റാണ്. അതുപോലെ മിൻറ്റ് ലീവ്സിന് ആ സ്മെല്ലും ആ ഫ്ലേവറും തരുന്നത് കാർബോൺ എന്ന് പറയുന്നൊരു കോമ്പൗണ്ടാണ്. വാനില ഐസ്ക്രീം നമ്മളെല്ലാവരും കഴിക്കാറുണ്ട്. അതിൽ ആ വാനിലയുടെ ടേസ്റ്റ് കൊടുക്കുന്ന വാനിലിൻ എന്ന് പറയുന്ന ഒരു ആൽഡിഹൈഡാണ്. അങ്ങനെ ടേസ്റ്റ്, സ്മെല്ല്, ഫ്ലേവർ ഇതൊക്കെ തരുന്നത് കെമിക്കൽസ് തന്നെയാണ്. പിന്നെ കളറിലേക്ക് വരാം. നമ്മൾ കാണുന്ന കളറുകൾ, പല കളറുകൾ, നമ്മൾ ഫ്ലവറിൻ്റെ കളറുകൾ, മറ്റ് കളറുകൾ, ഈ കസേലയുടെ കളർ അല്ലെങ്കിൽ എൻ്റെ ഷർട്ടിൻ്റെ കളർ, ഇതൊക്കെ തരുന്നത് ഡിഫറെൻറ്റ് കെമിക്കൽസാണ്. കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുകൊണ്ടാണ് ഇത് സിന്തറ്റിക്കലി ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നതും കെമിക്കൽസ് വെച്ചിട്ടാണ്. പല കെമിക്കൽസ്, ഫ്ലാവനോയിഡ്സ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ഉണ്ട്. ആ കോമ്പൗണ്ട്സിൻ്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും അതിൻ്റെ ഓരോ ഡിഫറെൻറ്റ് കളറിന് വേണ്ടിയിട്ട്. അത് ഉപയോഗിച്ചിട്ടാണ് ഈ പ്ലാന്റുകൾ ഓരോ ചെടിയിലുള്ള ഫ്ലവറിന് കളർ കൊടുക്കുന്നത്.
അതുപോലെ ബിറ്റെയിൻസ് എന്ന് പറയുന്ന വേറൊരു ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ഉണ്ട്. അതൊരു കോമ്പൗണ്ട് മാത്രമല്ല, ഒരു ലിസ്റ്റ് ഓഫ് കോമ്പൗണ്ട്സ് ആണ്. അത് ഏതാണോ ഏറ്റക്കുറച്ചിനനുസരിച്ച് അതിൻ്റെ കളർ മാറിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നർത്ഥം. ഫ്ലാവനോയിഡ്സ്, കരോട്ടിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരറ്റിലൊക്കെയുള്ള ആ കളറൻറ്റ് സാധനമാണ് കരോട്ടിനോയിഡ്സ്. അതൊക്കെയാണ് കളർ കൊടുക്കുന്നത്, ഈ നാച്ചുറലായുള്ള കളറൻസ്. നമ്മുടെ ടേസ്റ്റ്, നമ്മൾക്ക് കിട്ടുന്ന ടേസ്റ്റ്, ഷുഗറിൻ്റെ ടേസ്റ്റ് സ്വീറ്റാണ്. അത് തരുന്നത് നമ്മുടെ ആ ഒരു ഷുഗർ എന്നുള്ളൊരു മോളിക്യൂൾ നമ്മുടെ ടങ്ങിലുള്ള റിസപ്റ്ററിൽ, അതിൻ്റെ ഷുഗർ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുമ്പോഴുള്ള ഒരു ഫീലിംഗ് മാത്രമാണ്. ശരിക്ക് ആ ഒരു വസ്തുവിന് ടേസ്റ്റ് ഇല്ല. ശരിക്കും പഞ്ചസാരയ്ക്ക് മധുരമൊന്നുമില്ല. പഞ്ചസാരയ്ക്ക് മധുരമുണ്ടെന്ന് നമ്മളുടെ ബ്രെയിൻ പറയുകയാണ്, ഒരു ഫീലിംഗ് മാത്രമാണ്. അതുപോലെ ഉപ്പായ രസമൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. അത് ഒരു ഫീലിംഗാണ്, നമ്മുടെ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്തിട്ട് നമ്മൾക്ക് വരുന്നൊരു പെർസെപ്ഷനാണ് ആ ഒരു ഇത്. പക്ഷേ ബേസിക്കലി അത് ചെയ്യുന്നത് ഒരു കെമിക്കൽസ് മാത്രമാണ്. അതുപോലെ തന്നെയാണ് സവർ ടേസ്റ്റുള്ള അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ വിനാഗിരി, അല്ലെങ്കിൽ സാൾട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, ബിറ്റർ ഗോഡ്, നമ്മുടെ പാവയ്ക്കയിലുള്ളത് അതിലുള്ള കെമിക്കൽസ് തന്നെയാണ്. ആ കെമിക്കൽസ് നമ്മുടെ അതിൻ്റെ സ്പെസിഫിക് റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു ഫീലിംഗാണ് ആ ഒരു കയ്പ്പ് രസം. നമ്മൾ ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ട് കെമിക്കൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് അസ്പർട്ടൈം എന്ന് പറയുന്ന സാധനം, അതായത് ഒരു ഡൈ പെപ്റ്റൈഡാണ്, 2 അമിനോ ആസിഡുകൾ ചേർത്തുണ്ടാക്കിയതാണ്. അപ്പോൾ അത് ഏകദേശം 200 ഷുഗറിൻ്റെ 200 ടൈംസ് മോർ സ്വീറ്റാണ്. അതായത് 200 ഇരട്ടി, സാധാരണ ഷുഗറിൻ്റെ 200 ഇരട്ടി സ്വീറ്റ്നെസ് ഉള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് മറ്റ് ബേക്കറി സാധനങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, സേഫാണ്, ഒരു ഇഷ്യൂ ഇല്ല. അതുപോലെയുള്ള ഒരു സാധനമാണ് ലുഗ്ഡിനൈം എന്ന് പറയുന്നൊരു സാധനം. ഏകദേശം 3 ലക്ഷം ഇരട്ടിയാണ്. 3 ലക്ഷം ഇരട്ടി, അതായത് നിങ്ങൾക്ക് 3 ലക്ഷം കിലോ പഞ്ചസാര വേണ്ട സ്ഥലത്ത് ഇത് 1 കിലോ മാത്രം മതി എന്നുള്ളതാണ്. അത്രയും നമ്മൾ ഉണ്ടാക്കിയ മെറ്റീരിയലാണ്. അതുപോലെ ബിട്രക്സ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അത് വളരെ വളരെ കയ്പ്പാണ്. ചെറിയൊരു നാനോഗ്രാം അല്ലെങ്കിൽ ഒരു മുട്ടുസൂചിയുടെ തലക്കുള്ളത്, ഒരു വലിയൊരു 1000 ആൾക്കുള്ള ഭക്ഷണത്തിൽ ആ മുട്ടുസൂചിയുടെ തലക്കുള്ളത് കൊടുത്താൽ അവർക്ക് കഴിച്ചിട്ട് അത് കഴിക്കാൻ പറ്റില്ല. അത്രയും പവർഫുള്ളായ കയ്പുള്ള രസമുള്ള മെറ്റീരിയലാണ് ഈ ബിട്രക്സ്, നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ കെമിക്കൽസ് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി, പല ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെന്നും പറയാം. പിന്നെ നമ്മളെന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മളിപ്പോൾ പണ്ട് നമ്മൾ വിചാരിച്ചിരുന്ന പഞ്ചഭൂത നിർമ്മിതമാണ്, 5 ഭൂതങ്ങൾ കൊണ്ടാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് ആ കഥയൊക്കെ മാറി, നമ്മൾക്ക് ബെറ്റർ പിക്ചറുണ്ട് നമ്മൾ എന്തിനെ കൊണ്ടാണ് നമ്മളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. ഇന്ന് ഏകദേശം 90 നാച്ചുറൽ എലമെൻറ്റ്സ് ഉണ്ട്, അതായത് മൂലകങ്ങളുണ്ട്. ഈ ഭൂമി അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്ന ഈ 90 എലമെൻറ്റ്സ് കൊണ്ടാണ്. അതിൽ തന്നെ ഒരു മെജോറിറ്റി ഓഫ് ദ എലമെൻറ്റ്സ് നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് വെറും ഈ എലമെൻറ്റ്സ് കൊണ്ട് മാത്രമാണെന്ന്, ബേസിക്കലി എലമെൻറ്റ്സ് കൊണ്ട് മാത്രമാണെന്ന് പറയാം. അതിലെല്ലാം ഉണ്ടാവണമെന്നില്ല, ഏകദേശം ഒരുപാട് എലമെൻറ്റ്സ് കൊണ്ടാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഒരു മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ ഏകദേശം 4 ലക്ഷം കോടി കോശങ്ങളാണ്. ആ കോശങ്ങളിൽ തന്നെ ഒരുപാട് എന്താ പറയുക ഓർഗനൽസ് ഉണ്ട്, അതായത് മൈറ്റോകോൺട്രിയ, ന്യൂക്ലിയസ്, അതുപോലുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അങ്ങനെയുള്ള കുറേ ഓർഗനൽസ് ഉണ്ട്. ആ ഓർഗനൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് സെറ്റ് ഓഫ് കെമിക്കൽസ്, മാക്രോ മോളിക്യൂൾസ് കൊണ്ടാണ്. പ്രോട്ടീൻസ് ആവാം, അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ്സ് ആവാം, അങ്ങനെയുള്ള ഫാറ്റുകളാവാം. ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അഗൈൻ അമിനോ ആസിഡും ന്യൂക്ലിക് ആസിഡും പറഞ്ഞ്, പിന്നെ ഈ അമിനോ ആസിഡും ന്യൂക്ലിക് ആസിഡും ഉണ്ടാക്കിയിരിക്കുന്നത് വെറും ഡിഫറെൻറ്റ് ആറ്റങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഈ മനുഷ്യ ശരീരമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് വെറും ആറ്റങ്ങൾ കൊണ്ട് മാത്രം ആണെന്ന് പറയാം. ഒരു മനുഷ്യ ശരീരം ഒരു ആവറേജ് ഒരു മെച്യൂറായ അല്ലെങ്കിൽ ഒരു അഡൾട്ട് മനുഷ്യനെ, ഒരു 100 കിലോ ഉള്ള മനുഷ്യനെ നോക്കി, 100 കിലോ അൺയൂഷ്വലാണ്, 100 കിലോ ഉള്ള മനുഷ്യൻ്റെ ശരീരത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഏകദേശം ഒരു 65 കിലോ അദ്ദേഹം ഓക്സിജൻ മാത്രമാണ്. ഒരു 18.5 കിലോ അദ്ദേഹം കാർബൺ മാത്രമാണ്. പിന്നെ 9.5 കിലോ ഹൈഡ്രജൻ, 3.2 കിലോ നൈട്രജൻ, കാൽഷ്യം 1.5 കിലോ, ഫോസ്ഫറസ് 1 കിലോ, പിന്നെ ചെറിയ എമൗണ്ടിൽ പൊട്ടാഷ്യം, സൾഫർ, അങ്ങനെ പോകുന്നു. ഇത്രമാത്രമാണ് ഒരു മനുഷ്യ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽസ്. പിന്നെ നമ്മുടെ മൂഡ് തീരുമാനിക്കുന്നത് കെമിക്കൽസാണ്. ഇപ്പം ഞാനിവിടെ ആംഗ്രി ആണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഹാപ്പിയാണ്, അല്ലെങ്കിൽ ടെൻഷൻ നിറഞ്ഞൊരവസ്ഥയാണ്, അല്ലെങ്കിൽ പാനിക്കാണ്. ഈ അവസ്ഥകളൊക്കെ നമ്മുടെ മൂഡൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ബ്രെയിനിലുണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന കെമിക്കൽസാണ്. ഇപ്പോൾ ഒരാൾ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നൊരു കെമിക്കൽ ഉണ്ടായാൽ മാത്രമേ അയാൾക്ക് വേറൊരാളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ പേരാണ് ലവ് ഹോർമോൺ, ഓക്സിറ്റോസിൻ. അതുപോലെ എൻഡോർഫിൻ എന്ന് പറഞ്ഞാൽ കാം ഹോർമോണാണ്.
ഒരാൾ കാമായിരിക്കണമെങ്കിൽ, ശാന്തനായിരിക്കണമെങ്കിൽ ഈ എൻഡോർഫിൻ ഉണ്ടായിരിക്കണം. എൻഡോർഫിൻ ഇല്ലാതെ അവർക്ക് ഒരിക്കലും ശാന്തനായിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെ പല പല കെമിക്കൽസും കൊണ്ടാണ് നമ്മുടെ ഇത് എന്ത് തീരുമാനിക്കുന്നത്, നമ്മുടെ മൂഡ് തീരുമാനിക്കുന്നത്. ഉദാഹരണത്തിന് ഹാപ്പിനെസ് ഉണ്ടാവണമെങ്കിൽ സെറോട്ടോണിൻ്റെ അളവ് അല്ലെങ്കിൽ എൻഡോർഫിൻ്റെ അളവ് ഒരുപാട് കൂടുതലായിരിക്കണം. ക്യൂരിയോസിറ്റി ഉണ്ടാകുമ്പോൾ സെറോട്ടോണിൻ്റെ അളവ് കൂടും. അതുപോലെ ഫീനൈലെഥൈലമീൻ എന്ന വേറൊരു ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. അത് കൂടിയ അവസ്ഥയാണ് ഈ ക്യൂരിയോസിറ്റി. ആങ്കർ ഉണ്ടാകുമ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ നോർ അഡ്രിനാലിൻ എന്ന് പറയുന്ന വേറൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ കൂടിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഈ പല പല കെമിക്കൽസിൻ്റെ ഏറ്റക്കുറച്ചിലാണ് നമ്മുടെ മൂഡ് തീരുമാനിക്കുന്നത്. അത് എത്രയാണ് നമ്മുടെ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ മൂഡ് തീരുമാനിക്കുന്നത്. ഇനി പറഞ്ഞാൽ നമ്മുടെ ഈ കെമിക്കൽസ് ഒന്നും ഇല്ലെങ്കിൽ, കെമിസ്ട്രിയും കെമിക്കൽസും ഒന്നും ഇല്ലെങ്കിൽ നമുക്കിവിടെ ജീവിച്ചിരിക്കാൻ പറ്റുമോ? വുഡ് ഐ ബി അലൈവ് എന്നുള്ളൊരു ചോദ്യം ചോദിക്കണം. നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുമോ? ഇന്നത്തെ പോലെ ജീവിച്ചിരിക്കുമോ? ഇന്ന് നമുക്ക് 8 ബില്യണാണ് ലോകത്തിൻ്റെ ജനസംഖ്യ. കഴിഞ്ഞ വർഷം ആയിക്കഴിഞ്ഞു. അതായത് 800 കോടി. 1900-ലൊക്കെ ജസ്റ്റ് 1 ബില്യൺ കവിഞ്ഞതേ ഉള്ളൂ ഈ ജനസംഖ്യ. AD 1 ഏകദേശം 25 ലക്ഷം ആൾക്കാർ മാത്രമേ ഈ ഭൂലോകത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ AD 1 വിടട്ടെ, ഈ കഴിഞ്ഞ 100 വർഷം കൊണ്ട് ഏകദേശം 8 ടൈംസാണ് നമ്മുടെ ജനസംഖ്യ കൂടിയിരിക്കുന്നത്. 1 ബില്യൺ ഉള്ളത് 1 കുറച്ച് കൂടുതലായിരുന്നു 1900-ൽ. അത് ഇപ്പോഴും 8 ബില്യണിൽ കവിഞ്ഞിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? നമ്മൾ ഒരുപാട് പ്രൊഡക്ഷൻസ് ഉണ്ടാക്കി. അഗ്രികൾച്ചർ പ്രൊഡക്ഷൻസ്. എന്തുകൊണ്ട്? നമ്മൾ ഫെർട്ടിലൈസേഴ്സ് കണ്ടുപിടിച്ചു. നമ്മൾ അമോണിയയുടെ ഡിസ്കവറി നടത്തി. അമോണിയ ഡിസ്കവർ ചെയ്തതിന് ശേഷം ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് വന്നു. ഫെർട്ടിലൈസേഴ്സ് വന്നതിന് ശേഷം ക്രോപ്പിൻ്റെ ഈൽഡ് കൂടി. ഈൽഡ് കൂടുമ്പോൾ നമുക്ക് ഫുഡ് പ്രോഡക്ട്സ് കൂടി. ആ ഫുഡ് പ്രോഡക്ട്സ് കൊണ്ടാണ് ഇന്ന് ഇത്രയും ജനസംഖ്യ ഉണ്ടായത്. ഇന്ന് ഈ ഹേബർ പ്രോസസ്സ് അല്ലെങ്കിൽ അമോണിയ ഡിസ്കവർ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നും ഭൂലോകത്തുള്ള ജനസംഖ്യ 2 ബില്യണിൽ താഴെ മാത്രമായിരിക്കും എന്നുള്ളതാണ് വസ്തുത. അതുപോലെ ഈ ഫെർട്ടിലൈസർ മാത്രമല്ല, നമ്മൾ ഒരുപാട് രോഗങ്ങൾക്കെതിരെയുള്ള മരുന്നുകൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. അത് കെമിസ്ട്രിയുടെ അഡ്വാൻറ്റേജ് കൊണ്ടാണ്. ഈ കെമിസ്ട്രി ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒരുപാട് മരുന്നുകൾ കണ്ടുപിടിച്ചു. ഇന്ന് ഏകദേശം 11,000-ൽ പരം മരുന്നുകൾ നമുക്ക് അവൈലബിളാണ്. ലോകത്തിൽ പല ഫോമിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, പല സൂക്കേടിനും എഗെയിൻസ്റ്റായിട്ട്. ഇതൊക്കെ ഈ പണ്ട് 1900-ൽ അല്ലെങ്കിൽ 1920-ൽ ഏകദേശം 100 വർഷം മുമ്പ്, ജസ്റ്റ് 100 വർഷം മുമ്പ് നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി ഏകദേശം 24 ഇയേഴ്സ് ആയിരുന്നു. ഇത് 24 വയസ്സായിരുന്നു ഇന്ത്യയിലുള്ള ലൈഫ് എക്സ്പെക്റ്റൻസി, ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി. എന്ന് പറിച്ച് 80 വയസ്സുള്ളവർ ഉണ്ടായിരുന്നില്ലേ വെച്ചാൽ ഉണ്ടായിട്ടുണ്ട്. ഇത് ആവറേജാണ് പറയുന്നത്. ഒരുപാട് ബാലമരണങ്ങളും ചെറിയ പ്രായത്തിൽ മരിക്കുക എന്നുള്ളതൊക്കെ വളരെ കോമൺ ആയിരുന്നു. ആവറേജ് നോക്കുമ്പോൾ 24 ആയിരുന്നു. ഇന്ന് അത് 70-നടുത്താണ് ഇന്ത്യയുടെ ആവറേജ്. നമ്മൾ കേരളത്തിലിപ്പോൾ 80+ ആണത്. കേരളത്തിലാണ് ബെറ്റർ, ഇന്ത്യയിൽ ഏറ്റവും ബെറ്റർ കേരളത്തിലാണ് ലൈഫ് എക്സ്പെക്റ്റൻസി ഉള്ളത്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ലോകത്തിലെല്ലാ സ്ഥലത്തും ഈ ലൈഫ് എക്സ്പെക്റ്റൻസി ഇങ്ങനെ തന്നെയായിരുന്നു. 24 ഇപ്പോൾ ജർമ്മനിയിലൊക്കെ 40 ആയിരുന്നു 1920-ലൊക്കെ. മറ്റ് കൺട്രീസിലൊക്കെ ആ റേഞ്ചിലൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് എല്ലാ സ്ഥലത്തും കൂടിയിരിക്കുന്നു. ഇപ്പം 90 ക്ലോസ് ടു 90 ആയ കൺട്രി ഉണ്ട് ഇന്ന് ലൈഫ് എക്സ്പെക്റ്റൻസി. അപ്പം നമ്മളും മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് സംഭവിച്ചത് നമ്മൾ ഒരുപാട് സയൻസിൻ്റെ, ഇൻ ജനറൽ സയൻസിൻ്റെയാണ്. കെമിസ്ട്രിയുടെ സംഭാവനയുണ്ട്, അതുപോലെ ബയോളജി, ഫിസിക്സ് എല്ലാം ഉണ്ട്. ബയോളജിയിൽ നിന്ന് കണ്ടുപിടിച്ചതാണ് ഇത് മൈക്രോ ഓർഗാനിസം വെച്ചിട്ടാണ് പല രോഗങ്ങളുണ്ടാവുന്നതെന്ന്. അപ്പോൾ ബാക്ടീരിയ കണ്ടുപിടിച്ച് റോബർട്ട് കോക്ക് 1800-കളിലാണ് കണ്ടുപിടിച്ചത്. അതിനുശേഷമാണ് നമ്മൾ ബാക്ടീരിയയെ കൊല്ലാൻ വേണ്ടി ആൻറ്റി ബാക്ടീരിയൽ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ലൈഫ് എക്സ്പെക്റ്റൻസി നമ്മൾ കൂട്ടിയത്. അതുപോലെ വൈറസ്, നമുക്ക് കൊറോണ വൈറസിൻ്റെ കാര്യം അറിയാം. കൊറോണ വൈറസ് ഒരുപാട് ആൾക്കാരെ കൊന്നു. പക്ഷേ അതിനുള്ള മരുന്ന് നമ്മൾ ഉടനെ കണ്ടുപിടിച്ചു. ഒരു പെട്ടെന്നൊരു സർജ് ഉണ്ടായപ്പോഴും നമ്മൾ എല്ലാ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ചേർന്ന് ഇതിന് കൂടുതൽ എഫേർട്ട് ഇട്ട് മരുന്നുകൾ മരുന്നും കണ്ടുപിടിച്ചു, അതുപോലെ വാക്സിനും കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത് കെമിസ്ട്രിയുടെ ഒരു സംഭാവനയാണ്, അല്ലെങ്കിൽ സയൻസിൻ്റെ ഒരു സംഭാവനയാണ് ഇൻ ജനറൽ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അതുപോലെ ഞാൻ അഗ്രികൾച്ചറിൻ്റെ ഇത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് പെസ്റ്റിസൈഡ്സ് നമ്മളുണ്ടാക്കി. ആ പെസ്റ്റിസൈഡ് ഉണ്ടാക്കിയതുകൊണ്ടാണ് നമ്മുടെ ഈൽഡ് കൂട്ടാൻ പറ്റിയത്. പെസ്റ്റിസൈഡ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഈൽഡ് ഉണ്ടാവില്ല. ജസ്റ്റ് ഫെർട്ടിലൈസർ മാത്രം പോരാ, പെസ്റ്റിസൈഡ്സും ആവശ്യമാണ്. അതുപോലെ മറ്റെല്ലാ മേഖലയിലും ഇത് മാത്രമല്ല, നമ്മളിപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ, നമ്മൾ ഉപയോഗിക്കുന്ന മൈക്ക് സെറ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറ, ഇതെല്ലാം ലിസ്റ്റ് ഓഫ് കെമിക്കൽസും അല്ലെങ്കിൽ അതിൽ ഫിസിക്സും എല്ലാം ഉണ്ട്, എൻജിനീയറിംഗ് എല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചന്ദ്രനിലേക്ക് വെഹിക്കിൾ അയക്കുമ്പോൾ അവിടെ ആ ഒരു പ്രഷറും അവിടുത്തെ
ടെമ്പറേച്ചറും അവിടുത്തെ കണ്ടീഷനും സസ്റ്റെയിൻ ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ടാക്കണം. ആ മെറ്റീരിയൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പല ഏരിയയിലും നമ്മൾ ഒരുപാട് ഡെവലപ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കെമിസ്ട്രി വെച്ചിട്ട്. ഇനിയിപ്പോൾ ഒരു വലിയൊരു ചാലഞ്ച് എന്ന് വെച്ചാൽ വെള്ളമാണ്. വെള്ളം നശിക്കാൻ, അതായത് ഭൂമിയിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള വെള്ളം എല്ലാവർക്കും ഇല്ല. ഇപ്പോഴേകദേശം ഒരു 40% ആൾക്കാർക്ക് മാത്രമേ ത്രൂ ഔട്ട് ദ ഇയർ വെള്ളം കിട്ടുന്നുള്ളൂ. റിമൈനിങ് 60% ത്രൂ ഔട്ട് ദ ഇയർ വെള്ളമില്ല. അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും പ്രോപ്പറായിട്ടുള്ള വെള്ളമില്ല, ശുദ്ധജലമില്ല. ഇതൊരു 10 വർഷം കഴിഞ്ഞാൽ 10% ആൾക്കാർക്ക് മാത്രമേ വെള്ളം ഉണ്ടാവുന്നുള്ളതാണ് ലോകത്തിൽ, കുടിക്കാനുള്ള വെള്ളം ത്രൂ ഔട്ട് ദ ഇയർ. വെള്ളം ഉണ്ടാവും, പക്ഷേ അത് ഇംപ്യൂർ ആയിരിക്കും. അപ്പോൾ അതൊരു ചാലഞ്ചാണ്. അപ്പോൾ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ, അപ്പോൾ പ്യുവർ വാട്ടർ എവിടെ നിന്ന് കണ്ടെത്താം, അതിനൊക്കെയുള്ള റിസർച്ചാണ് ഇപ്പോഴും കെമിസ്ട്രി നടന്നുകൊണ്ടിരിക്കുന്നത്. അറ്റ്മോസ്ഫിയറിക് വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒരു ഉദാഹരണമാണ്. ഈ അറ്റ്മോസ്ഫിയറിലെ വെള്ളം നമ്മൾ വലിച്ചെടുത്തിട്ട് അത് പ്യുവർ വാട്ടർ ആയിരിക്കും, പ്യുവറസ്റ്റ് വാട്ടർ ആയിരിക്കും. അത് എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് വെള്ളമുണ്ടെന്നുള്ളതാണ്. ഏകദേശം ഭൂമിയിലുള്ള ജലാശയങ്ങളുടെ 6 ഇരട്ടി വെള്ളം നമ്മുടെ ഈ ശ്വസിക്കുന്ന എയറിലുണ്ട്. അത് പിടിച്ച് നമുക്ക് വെള്ളമാക്കി ഉപയോഗിക്കാം. അങ്ങനെയുള്ള റിസർച്ചൊക്കെ നടന്നിരിക്കുന്നു. അതുപോലെ എനർജി മേഖലയിൽ ഒരുപാട് റിസർച്ച് നടക്കുന്നു. ബാറ്ററി മേഖലയിൽ അല്ലെങ്കിൽ സോളാർ സെല്ല്, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കെമിസ്ട്രി നല്ലതാണോ മോശമാണോ, കെമിക്കൽസിനെ പേടിക്കേണ്ടതെന്നുള്ളതിന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കെമിക്കൽസ് ഒന്നും പേടിക്കേണ്ടതല്ല. എല്ലാ കെമിക്കൽസും സേഫ് അല്ല. പക്ഷേ സേഫ് ഇന്ന് വെച്ച് കെമിക്കൽസ് എല്ലാം നമ്മൾക്ക് വർജിക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം കെമിക്കൽസാണ്. ലോകത്തിൽ കെമിക്കൽ അല്ലാതെ ഒന്നുമില്ല. റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രിയുടെ ഒരു ചാലഞ്ച് ഓപ്പണാണ്. ആരെങ്കിലും കെമിക്കൽ അല്ലാതെ ഒരു വസ്തു കൊണ്ടുവന്നാൽ അവർക്ക് ഏകദേശം 10 കോടി ഇന്ത്യൻ രൂപയുടെ ഒരു സമ്മാനം അവർ കൊടുക്കുന്നതായിരിക്കും. ഈ ചാലഞ്ച് കുറേ വർഷങ്ങളായിട്ടുള്ളതാണ്. അതിൻ്റെ ആ ചാലഞ്ച് എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു വസ്തു ഇല്ല എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ്. കെമിക്കൽസ് അല്ലാതെ ഒന്നുമില്ല. അങ്ങനെ കെമിക്കൽസിനെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. കെമിക്കൽ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഇത്രയാണ് പറയാനുള്ളത്.